SKN40 കേരള യാത്രയുടെ തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാവുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണമാണ്, വലിയ പങ്കാളിത്തമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേർ ആ യാത്രയ്ക്കൊപ്പം ചേരുന്നു. 15 ദിവസം നീണ്ട യാത്രയുടെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാവുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ സമാപന പൊതുയോഗം ഇപ്പോൾ നടക്കുകയാണ്. അതിലെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹിക പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. MLA-യും TN പ്രതാപനും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കേക്ക് മുറിക്കുന്നു. കുറച്ച് മ്യൂസിക് കൂടി ഇട്ടാൽ നമ്മുടെ ഇപ്പോൾ തത്സമയ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സ്നേഹതീരത്തെത്തിയ നമുക്കെല്ലാവർക്കും ഒരു പുതിയ അറിവുണ്ടായി കാണുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കാണുന്നതിനേക്കാളും വലിയ അപകടം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ തളിക്കുളത്ത് നമ്മൾ വരുമ്പം നമുക്ക് ഉള്ള പ്രതീക്ഷയേക്കാളും ആ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ സാമൂഹിക സമ്മർദ്ദം, അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ആവേശം, ഇതൊക്കെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കേക്ക് അതിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. ഈ രാത്രിയിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. ആ അമ്പരപ്പ് അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞിട്ട് ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോയേനെ. ഓക്കെ, താങ്ക് യു. ഇവിടെ കൂടിയ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, വന്നിട്ട് പോയവർക്കും നന്ദി. ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ യാത്രയുടെ ആദ്യഘട്ടം ഇതോടെ പൂർത്തിയാവുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ സമാപന പൊതുയോഗം നടന്നിരുന്നു. അതിൽ SKN സംസാരിച്ചിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു തത്സമയ അഭിമുഖം സംപ്രേഷണം ചെയ്ത് നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണിത്. VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ശബ്ദമൊക്കെ ആണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കാഷ്വാലിറ്റി അതിനകത്ത്. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പരിപാടിയായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊക്കെ ഈ AC മുറിയിലിരുന്ന് ഇവരുടെയൊക്കെ വാർത്തകൾ വായിച്ച് തള്ളിവിടുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്കൊക്കെ വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ പുല്ലൂർ തൂക്കുപാലത്തിൽ നിന്ന് ഞാൻ ഈ മദ്യവിരുദ്ധ ലഹരി മരുന്ന് വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അവിടെ ചൂട് 39 ഡിഗ്രിയാണ്. വെള്ളക്കാരനുണ്ടാക്കിയ തൂക്കുപാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ സൂര്യൻ കത്തിക്കാളി വെയിലിറങ്ങുക. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പണി തന്നെയാണ് ഇത്. നമ്മളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നാശമായി പോകും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ഞാൻ രാവിലെ നിങ്ങൾക്കറിയാം 7 മണിക്ക് മോർണിംഗ് ഷോ വരാറുണ്ട്. വീട്ടമ്മമാരൊക്കെ അവർ രാവിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നതിനിടയിൽ എന്നെയും കൂടെയൊക്കെ സഹകരിപ്പിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആളുകൾ രാവിലെ ചായയുടെ എന്ന് പറയുമ്പം പത്രം വായിക്കുന്നതിനിടയിൽ ഓൺ ചെയ്ത് വെക്കുന്ന ചാനലും ചിലപ്പോൾ മോർണിംഗ് ഷോയിലൂടെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇന്ന് ഒരു കൊലപാതകവും വായിക്കേണ്ടി വരല്ലേ എന്നാഗ്രഹിച്ച് ഇടത്തും വലതും കാലെടുത്ത് 2 കാലുകൂടെ എടുത്ത് വെച്ച് ജമ്പ് ചെയ്ത് സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലോട്ട് കയറി. അന്ന് 14 കൊലപാതകം വായിച്ചു. 3.5 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ 14 കൊലപാതകം വായിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കെട്ടാലറയ്ക്കുന്ന പാതകങ്ങളാണ്. പെറ്റമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റി, അത് അല്ലെങ്കിൽ ഉറക്കി കിടന്ന പിതാവിനെ കഴുത്തിയരിച്ച് കൊലപ്പെടുത്തി, അതുപോലെ സ്വന്തം മകൻ അമ്മയെ വേറെ രീതിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ. ഈ അടുത്തിടെ ഒരു വാർത്ത കൂടി സംഭവിച്ചു. നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം ഒരു കിടപ്പ് രോഗിയായ ഒരു അമ്മയെ പീഡിപ്പിക്കാൻ ഒരു മകൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വായിക്കേറി പൊത്തി. ആ വാർത്ത വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ അടുത്തിടെ ഒരു അമ്മ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അതായത് 10-11 വയസ്സുള്ള ഒരു പയ്യൻസ് അവരുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ അവരെ സ്പർശിക്കുന്ന രീതിക്ക് വ്യത്യാസം വന്നു എന്ന് സംശയം തോന്നുന്നു.
വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മകൻ രാത്രി നേരം മടങ്ങി വരുമ്പോൾ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. കാര്യം കൊലക്കത്തിയുമായിട്ട് കയറി വരുമോ, മറ്റെന്തെങ്കിലും ആഗ്രഹത്തോടെ വരികയാണോ? ഇതൊക്കെ അമ്മമാർക്ക് വല്ലാത്ത പേടി ഉണ്ടായിരിക്കുന്ന, ഭീതി ഉണ്ടായിരിക്കുന്ന ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ ആറന്മുളയിലെ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ ആകാശം കേൾക്കെ വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെ ഈ നാട് നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര തിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇത് അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, കാര്യമായ സംഭവമൊന്നുമില്ല, വാർത്താ ചാനലുകൾ ഇത് പൊലിപ്പിക്കുകയാണ് എന്നൊക്കെ എനിക്ക് തോന്നി. എന്നാൽ ഈ യാത്ര കൊല്ലത്തെത്തുകയും പത്തനംതിട്ട ജില്ലയിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഒരു സത്യം വേദനയോടെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഏതെങ്കിലും ഒരു മാരക ലഹരിക്ക് അടിമയാകാത്ത ഒരാളുമില്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 600 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% കുട്ടികൾ പേരും 18 വയസ്സ് തികയാത്തവരാണ്. അതിൽ 10-12% പെൺകുട്ടികളുമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. പാറശാലയ്ക്കടുത്ത് ഞങ്ങളൊരു പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ കൂളെന്ന് പറയുന്നൊരു മിഠായി ഉണ്ട്, ലഹരി മിക്സ് ചെയ്ത മിഠായി. ഞാൻ വിചാരിച്ചത് പാറശാല കാക്കനാട് ഭാഗത്ത് കാട്ടാക്കട ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തുമ്പോഴും തിരുവല്ലയിൽ എത്തുമ്പോഴും ഒക്കെ അവിടുത്തെ പള്ളിക്കൂടം വരാന്തയിൽ അപരിചിതരായ ആൾക്കാർ കോൾ മിഠായി വിൽക്കുന്നു. സംസ്ഥാനത്തുടനീളം ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മളിത് തടയണം? അത് വളരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ ജാതിമത പരിഗണനകളോ ഒന്നുമില്ല. കേരളം എന്ന് പറയുന്ന ഈ പുണ്യ മണ്ണ്, നമുക്ക് പിറന്ന മണ്ണ് നശിച്ചു പോകാനും നമ്മുടെ സാമൂഹിക ജീവിതം അപകടത്തിലേക്ക് പോകാനുമൊക്കെ സാധ്യതയുള്ള മാരകമായ സിന്തറ്റിക് ലഹരികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു 500 ഗ്രാം MDMA പിടിച്ചത്. യഥാർത്ഥത്തിൽ നഖത്തിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു തരി മതി ഒരാൾക്ക് ഫിറ്റാകാൻ. സിന്തറ്റിക് ലഹരി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഒരാളിനെ നിങ്ങൾക്ക് ഗന്ധം വെച്ച് തിരിച്ചറിയാനൊന്നും കഴിയില്ല. വെള്ളമടിച്ച് വീട്ടിൽ പൂസായി കയറി വരുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ MDMA ഉപയോഗിച്ച് കയറി വരുന്ന മകനെ മനസ്സിലാകില്ല. ഇന്ന് നമുക്കറിയാം, ഈ കോവിഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ 2ആയി വെട്ടിമുറിച്ചു. കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. കോവിഡിന് പിമ്പ് 2021 20 മാസക്കാലം കോവിഡ് അനുഭവിച്ചവരാണ് നമ്മൾ. 2021 ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈ സിന്തറ്റിക് ലഹരികൾ, രാസലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. ആദ്യ വർഷം 600 ആയിരുന്നെങ്കിൽ അടുത്ത വർഷം അത് 1300 ആകുന്നു. തൊട്ടടുത്ത വർഷം 2000 ആകുന്നു. ഇപ്പോൾ 30,000-ഓളമാണെന്ന് അനൗദ്യോഗിക കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നു. ഇതിൽ കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA എന്ന മാരക ലഹരിക്ക് വിധേയമാണ് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, മനോരോഗം ബാധിച്ച ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾക്കറിയില്ല. അയാളുടെ മനോനില അപ്പാടെ തകർന്നു പോയതാണ്. ഇതേ അവസ്ഥ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടാകും. കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിവിട്ടു പോകും. അവർക്ക് അമ്മയും പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഈ തൊട്ടെതിരെ നിൽക്കുന്ന ആളിനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം അവർക്കുള്ളൂ. കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ കയറി കുത്തും. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെല്ലാം നല്ല ആൾക്കാരാണ്, അവർക്ക് അസുഖമൊന്നുമില്ല, അവരെ ഞാൻ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വരട്ടെ. നിങ്ങൾ പൊതുരംഗത്തിറങ്ങി നടക്കുന്നവരല്ലേ, രാജവീതിയിലൂടെ, മെയിൻ റോഡിലൂടെ, ഹൈവേയിലൂടെ ഒക്കെ നിങ്ങൾ എരച്ചു പായും. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ ജില്ലാ പര്യടനത്തിന്റെ ഭാഗമായുള്ള സമാപന പൊതുയോഗം, അതിൽ R. ശ്രീകണ്ഠൻ നായർ സംസാരിക്കുകയായിരുന്നു. 24 ചീഫ് എഡിറ്റർ സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.